ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്തതിന് ശേഷം ആദ്യമായിട്ടൊരു ലോങ് ട്രിപ്പ് പോവുകയാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ലോങ് ട്രിപ്പ് പോകുന്നത്. ഞാനും ഗബ്രും കൂടി ഇരുന്ന ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്ത് ഇരുന്നുകൊണ്ട് അപ്പോൾ ഞാൻ ഈ ഹലോ കൂട്ടുകാരെയൊക്കെ പറയുമ്പോൾ ഗബ്രു ഇരുന്നുകൊണ്ട് കൈ കാണിക്കുന്നുണ്ട്. നമ്മൾ മേവറം ഗേറ്റടവ് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് കായംകുളം കൃഷ്ണപുരം വഴിയാണ് കേട്ടോ നമ്മൾ പോയത്. ഞങ്ങൾ ഇല്ലിക്കലിൽ ഒരു വട്ടം പോയതാണ്, അത് ബാക്ക് സൈഡിൽ. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഫ്രണ്ട് സൈഡിൽ കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞങ്ങളങ്ങനെ പോവുകയാണ്. അപ്പം ഈ ഫ്രണ്ട് സൈഡിലോട്ട് പോകുന്ന വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പാടാണ് കേട്ടോ. കയറ്റവും ഇറക്കമൊക്കെ ആയിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ നാസി അത്യാവശ്യം സ്പീഡിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ സ്പീഡ് ഭയങ്കര പേടിയായതുകൊണ്ടുള്ള എക്സ്പ്രഷനാണ് എൻ്റെ ഫേസിൽ നിങ്ങൾ ഈ കാണുന്നത്. അല്ലാതെ ഓവർ എക്സ്പ്രഷൻ ഇട്ട് മരിക്കുകയല്ല, എനിക്ക് സ്പീഡ് ഇത്തിരി പേടിയാണ്. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അയ്യോ, ഞാൻ വീഴാൻ പോകുന്നേ. ഭയങ്കര കയറ്റവും ഭയങ്കര ഇറക്കവും. പേടിച്ചു പോയി നിന്ന്, നന്നായി ഒന്ന് പേടിച്ചു. കാറിൽ പോയപ്പോൾ ബാക്ക് സൈഡിൽ കൂടെ ആയിരുന്നു കയറുന്നത്, ഫ്രണ്ടിൽ കൂടെ ആദ്യമായിട്ട് ഫ്രണ്ടിൽ കൂടെ നമ്മൾ പോവുക. കാറിൽ വന്നപ്പോൾ നമ്മൾ ബാക്കിൽ കൂടെ ആയിരുന്നു അന്ന് ഫാമിലി ആയിട്ട് മൂന്നാർ പോയപ്പോൾ തിരിച്ചു വന്നത്. അടിപൊളി. അതിന് നമുക്ക് വണ്ടി കയറാം. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഇല്ലിക്കൽ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല കയറ്റമാണ് കേട്ടോ. കയറ്റം എന്ന് വെച്ചാൽ കുത്തനെയുള്ള കയറ്റമൊക്കെ ഉണ്ട്. നമ്മൾ ഈ ബാക്കിലോട്ട് വണ്ടി പോകുന്ന സാഹചര്യമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ അത്യാവശ്യം നല്ല കാഴ്ചകളാണ് കേട്ടോ. മലകളും മഞ്ഞുകളൊക്കെ ആയിട്ട് അത് നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 4:30 കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മഞ്ഞും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കണ്ട് ഇല്ലിക്കൽ എത്തി. ഇത്തിരി ലേറ്റായിപ്പോയി വന്നപ്പോഴത്തേക്ക്. 5 മണിയായില്ലേ? 6 മണി വരെ. ബാക്കിൽ എത്ര മണി വരെ എന്ന് കറക്റ്റ് അറിയത്തില്ല. ഇവിടെ 6 മണിക്കൂർ തിരിച്ചിറങ്ങണമെന്ന് പറഞ്ഞത്. പക്ഷെ അതുകൊണ്ട് ജീപ്പിൽ ഇവിടുന്ന് 1 കിലോമീറ്റർ നടന്ന് കയറാനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജീപ്പിലാണെങ്കിൽ നമുക്ക് 2 പേർക്ക് 131 രൂപ എൻട്രി ഫീസും ജീപ്പിൽ മേടി വരെ കൊണ്ടുവന്നതിന് തിരിച്ചു വരുന്നതിനും കൂടെ. ജീപ്പിലിങ്ങനെ കയറി ഇരിക്കുകയാണ്. ഒന്നുമില്ല, ഇപ്പം തന്നെ 5 മണിയായി. ഇനിയിപ്പോൾ വന്ന് ജീപ്പിൽ പോയി സ്ഥലമെല്ലാം കാണാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. നോക്കട്ടെ. നമ്മളൊരു വട്ടവടയിലെ എക്സ്പീരിയൻസ് നമുക്ക് അടിപൊളിയായിരുന്നു. ജീപ്പിലെ എക്സ്പീരിയൻസ് നല്ല ആൾക്കാരായിരുന്നു, നല്ല സഹകരണമായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാതിരുന്നു. നമുക്ക് ആദ്യം കയറാൻ മടിയായിരുന്നു. നമുക്ക് വണ്ടി ഇറക്കി പരീക്ഷിക്കാന്നൊക്കെ പറഞ്ഞില്ല. പക്ഷെ കയറി സെറ്റായിരുന്നു അന്ന്. പക്ഷെ മഴ അതിന് പ്രത്യേക ഒരു വൈബായിരുന്നു. പക്ഷെ വീഡിയോ ഒരുപാട് എടുക്കാൻ നമുക്ക് മിസ്സായിപ്പോയി. അവിടെ ആലോചിക്കുന്നത് അല്ല, അങ്ങോട്ട് നോക്കിയിരിക്കുന്നത് അല്ല. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഈ ഇല്ലിക്കലിൽ പാസ് കൊടുക്കാൻ നിൽക്കുന്നിടത്തൊന്നും സ്വഭാവം എനിക്ക് അത്രയും പിടിച്ചില്ല കേട്ടോ. ഉള്ളത് ഞാൻ പറയാം. ഒരുമാതിരി ഭയങ്കര റോഡായിട്ടാണ് സംസാരവും കാര്യമൊക്കെ. ഇല്ല, നീ എന്തിനാ പേടിക്കുന്നത്? പിന്നെ എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഉള്ളത് ഞാൻ പറയാം. കാരണം നമ്മളിപ്പോൾ ഒരിടത്ത് ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ ചെല്ലുവാണെങ്കിൽ അവിടെ കുറച്ച് ആൾക്കാർ നമ്മുടെ അടുത്ത്, ഇപ്പോൾ ഏതൊരു ടൂറിസ്റ്റ് പ്ലേസിലാണെങ്കിലും നമ്മൾ ചെല്ലുമ്പം കുറച്ച് നമ്മുടെ അടുത്ത് മയത്തിലൊക്കെ സംസാരിക്കും, കുറച്ച് സ്നേഹത്തോടെയൊക്കെ ആയിരിക്കും, അടുപ്പം കാണിക്കും. പക്ഷെ അവർക്കും കുറച്ച് ബിസിനസ് കിട്ടുന്നില്ലേ. പക്ഷേ ഇവിടുത്തത് എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കയറിക്കോ, ഇല്ലേ ഇറങ്ങിപ്പോക്കോ എന്നുള്ളൊരു മൈൻഡ്. സത്യത്തിൽ അത് ഭയങ്കര ഇവിടെ ഇരിക്കുന്നത് ഒട്ടും ശരിയായിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഉള്ളത് ഞാൻ പറയാം. ഭയങ്കര നെഗറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമുക്ക് കണ്ടറിയാം പോകുമ്പോൾ. അങ്ങനെ നമ്മളാണെങ്കിൽ എൻ്റെ ഇല്ലിക്കൽ എത്തി മേളോട്ട് കയറിക്കൊണ്ടിരിക്കുക. എനിക്ക് സ്റ്റെപ്പ് കയറാൻ ഭയങ്കര ആഗ്രഹം. സ്റ്റെപ്പ് കയറാനിട്ട് പോവാം. നാസ എന്നെ സ്റ്റെപ്പ് എടുത്തുകൊണ്ട് കയറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താടാ നിന്റെ ആഗ്രഹം ഞാൻ വീഡിയോ കൂടെ പറഞ്ഞപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എടാ 10 സ്റ്റെപ്പില്ല. 10 സ്റ്റെപ്പ് നീ എന്നെ 10 സ്റ്റെപ്പ് എടുത്തോണ്ട് കയറ്റിക്കാണെങ്കിൽ നിന്നെ 15 സ്റ്റെപ്പ് ഞാൻ എടുത്തോണ്ട് കയറ്റിക്കാണെങ്കിൽ ഉറുമ്പും ആനേനെ എടുത്ത ഉണക്കായിപ്പോ. ഇതേ കാണുന്ന സ്റ്റെപ്പ് നല്ല രസമുണ്ടല്ലേ. അപ്പം നമ്മൾ കുറച്ച് ദൂരം കയറിയപ്പോൾ തന്നെ മടുത്ത് കിതയ്ക്കുന്നു. അപ്പം നീ കിതയ്ക്കുന്ന സൗണ്ട് പുറത്ത് വരുന്നതോ? എത്ര സമയം ആയിട്ടില്ല, കുറച്ചും കൂടെ കയറുമ്പോൾ. അപ്പം നീ ഈ ശ്വാസം വിടുന്നതോ? ശ്വാസം വിടുന്നതോ? ഇങ്ങനെ ശ്വാസം വിടുന്നത് വലിച്ചു വിടുന്നതോ? അപ്പം നിന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അങ്ങോട്ട് പോ. എൻ്റെ ഹെൽമെറ്റ് ചെയ്യാനും പിടിച്ചപ്പോൾ നിനക്ക് തുള്ളലായിരുന്നല്ലോ. കൊള്ളാം, സെറ്റ്. ഇത്തിരി കഷ്ടപ്പെട്ടാലും
നല്ല കേറിയതിന് ബലം ഉണ്ടാക്കി, കേറിയതിന് ബലം ഉണ്ടാക്കി. എതിര് കഷ്ടപ്പെട്ടാലും കൊള്ളാം കേട്ടോ. സെറ്റായിട്ടുണ്ട്. ചേച്ചി നേരത്തെ പറഞ്ഞായിരുന്നു ഇവിടെ വന്നിരുന്ന് എൻജോയ് ചെയ്യണമായിരുന്നു, എന്നിത് ആസ്വദിക്കേണ്ടതായിരുന്നു. അതെ, ബെഞ്ചൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര കാണുന്നുണ്ടോ? കാണിക്കാം. സെറ്റ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഇത്ര ഉയർത്തി വന്നെങ്കിലും കുഴപ്പമില്ല. മോനെ ഒരു രക്ഷയില്ല കേട്ടോ. സെറ്റപ്പ് സ്ഥലം. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് തന്നെ പോകാനായിട്ട് പോകണം. നാസിദ വണ്ടി എടുക്കുകയാണ്. ഇവിടെ നമ്മൾ വണ്ടി വെച്ചിട്ട് ഇവിടുന്ന് പാസ് എടുത്തിട്ടാണ് മേലോട്ട് കയറേണ്ടത്. പക്ഷേ ഉള്ള പറയാം, എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ബാക്ക് സൈഡ് ഇതിനേക്കാളും പൊളി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം എന്തായാലും. അപ്പോൾ കൂട്ടുകാരെ നമ്മളായിട്ട് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ, കാരണം നല്ല ഇറക്കവും വളവൊക്കെയാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 131 രൂപ 2 പേർക്ക് മേളിൽ കയറാനായിട്ട് ജീപ്പിലേ പോകാൻ പറ്റത്തുള്ളൂ. നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടി മേളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. വന്നിട്ടുള്ളവർക്കറിയാം, വരാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. വന്നിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. 2 പേരെ മാത്രമായിട്ട് കൊണ്ടത്തില്ല കേട്ടോ. ജീപ്പ് ഫുള്ളാവുന്നവരെ അവർ നോക്കി. അതെ, ജീപ്പ് ഫുള്ളായിട്ട് അവർ നമ്മളെ കൊണ്ടുപോകത്തുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ കൂടെ വന്നാൽ വലിയ ഗുണമൊന്നുമില്ല കേട്ടോ. കുറച്ച് ഫോട്ടോസ് എടുക്കാം, അല്ല ആസ്വദിക്കുന്നില്ല. ബാക്ക് സൈഡ് വരുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ. ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡ് അടിപൊളി. നമ്മൾ ഒരു വട്ടം ഒരു രക്ഷയില്ല. ബാക്ക് സൈഡ് ഓക്കെ, കാണാനല്ല അടിപൊളി. ബാക്ക് സൈഡിൽ നമ്മൾ വന്നിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുള്ളത്, അത് നേരത്തെ വീഡിയോയിൽ കണ്ടാൽ എനിക്ക് മനസ്സിലാവും. പക്ഷേ പൊളി സ്ഥലമാണ് ബാക്ക് സൈഡ്. ഞങ്ങൾ അതായത് ഞാൻ അതുവരെ വിളിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾക്ക് എല്ലാ സ്ഥലവും ഇഷ്ടപ്പെട്ടു. വട്ടവളയൊക്കെ കണ്ടിട്ട് വന്നേ, എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വന്നിട്ട് ഞങ്ങൾ ഫ്രണ്ട് കാണുന്നുള്ള ആഗ്രഹത്തിൽ ഫ്രണ്ട് എൻ്റെ ബാക്ക് സൈഡ് അത്രയും ഓക്കെ അല്ല. അത്രയ്ക്ക് ബാക്കാണ്. പിന്നെ അതേപോലെ സ്റ്റെപ്പ് കയറുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് പെണ്ണുങ്ങൾക്കും പ്രായമാർക്കൊന്നും പറ്റത്തില്ല. ചെറുപ്പക്കാരും പിള്ളേർക്ക് മാത്രമേ കയറി പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. അത്യാവശ്യം ഭയങ്കര ഹൈറ്റുള്ള ഫുള്ളും കൂടിയായിട്ട് ഓഫ് റോഡ് ടൈപ്പിൽ കിടക്കുന്ന പോലെ. മലവെള്ളം വന്നിട്ട് കുഴികളായി കിടക്കുന്ന കയറാൻ പാടാം. ഇല്ല, പാറ സ്റ്റെപ്പ് ഒട്ടിച്ച് വെക്കുമ്പോഴേക്കും കാല് പൊക്കി വെച്ച് വലിഞ്ഞ് കയറണം നമ്മൾ. പിന്നെ പക്ഷെ ബാക്ക് സൈഡ് എൻ്റെ ഇതിൽ ബാക്ക് സൈഡാണ് പൊളി കേട്ടോ. നാസിയുടെ ഇതിലും ബാക്ക് സൈഡ് അടിപൊളിയാണ്. ബാക്ക് സൈഡ് സെറ്റാണ്. ബാക്ക് സൈഡ് അത് വിളിച്ചോണ്ട് വന്നേ നമ്മൾ. അതായത് ഇവിടെ ഏതാണ് പോകുന്നുണ്ടല്ലോ മറ്റേ ഗ്യാപ്പ് റോഡ് പോകാൻ പറ്റിച്ചത് കാരണം നമ്മൾ ഗ്യാപ്പ് റോഡ് കയറിയില്ലായിരുന്നു. അത് 3 പിന്നെ വന്ന് ഞായറാഴ്ച അപ്പം ഇവിടോട്ട് വിളിച്ചോണ്ട് വന്നേ പോകേണ്ടത്. പക്ഷെ അതിൻ്റെ ഫലം നമുക്ക് ഉണ്ടായിരുന്നല്ലോ. ഇതിൻ്റെ ബാക്ക് സൈഡ് അടിപൊളിയാണ്. ഫ്രണ്ട് സൈഡേ ഉള്ളൂ എൻ്റെ അഭിപ്രായത്തിൽ. വരാനിരിക്കുന്നവരോ വരാനുള്ളവരോ ബാക്ക് സൈഡ് വരുമോ, ബാക്ക് സൈഡ് എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ഇവിടെ പക്ഷെ 130 രൂപ നമ്മൾ 130 രൂപ കൊടുക്കുന്നത് കൊണ്ടല്ല, പക്ഷെ അതിന് മാത്രം ഉള്ളത് ഇല്ല. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. 130 വെറുതെ വേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ പൈസ കൊടുത്ത് നമ്മൾ പോകുന്നത് വേസ്റ്റാണ്. ആ ജീപ്പിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് 130 രൂപ. നടന്ന് കയറണമെങ്കിൽ നടന്ന് കയറാൻ നമുക്ക് കുഴപ്പമില്ല. ജീപ്പ് സവാരി പാസ് 20 രൂപ. പക്ഷേ ഈ ജീപ്പ് സവാരി ഒന്നും അത്ര ഓക്കെ അല്ല. ജീപ്പ് സവാരി എന്ന് വെച്ചാൽ ആ ജീപ്പിൽ പോയി കയറാൻ മാത്രമുള്ളൊന്നും ഇല്ല. നമുക്ക് തന്നെ നടന്ന് കയറാവുന്നേ ഉള്ളൂ. 20 പക്ഷേ 20 തന്നെ കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. പിന്നെ അവരെനിക്കൊന്ന് ആ കമ്പിയൊക്കെ കെട്ടിയിട്ടേക്കുന്നതിൻ്റെ ആയിരിക്കും ചിലപ്പോൾ അവർ ആ പൈസ മേടിക്കുന്നത്. എന്തായാലും പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് വന്ന് ഞാൻ താഴെ വണ്ടിയൊന്നും കയറ്റി വിടത്തില്ല. ഭയങ്കര ഒരുപാട് ആഗ്രഹിച്ചു വന്നിട്ട് അവരുടെ സംസാരം പെരുമാറ്റം കുണ്ടകളുടെ പോലെ. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത് കുണ്ടകളുടെ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. വെച്ചാൽ വേണമെങ്കിൽ കയറി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങിപ്പോയിക്കോ എന്നുള്ളൊരു മൈൻഡിൽ അവർ നിൽക്കുന്നത്. ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിൽക്കുന്ന ആൾക്കാർ അത്യാവശ്യം വരുന്ന ആൾക്കാരുടെ നല്ല രീതിയിൽ പെരുമാറിയാലല്ലേ അവർ വീണ്ടും അങ്ങോട്ട് വരുമല്ലേ മറ്റുള്ളവർ അങ്ങോട്ട് പറഞ്ഞു വിടുകയും ചെയ്തില്ല. അപ്പം ഞങ്ങളൊരിക്കലും ഇല്ലിക്കലിൻ്റെ ഫ്രണ്ടിലേക്ക് ഞങ്ങൾ ഒരിക്കലും ആരെയും പറഞ്ഞു വിടത്തില്ല. കാരണം നമുക്ക് അത്രയ്ക്കും മോശം ഒരു അനുഭവമാണ് നമുക്കുണ്ടായത്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ മഞ്ഞ് കാണാനുണ്ട്. ഒരു സൈഡുണ്ട് ഫോട്ടോ എടുക്കാനും ഇരിക്കാനും പറ്റിയ
ആക്സിഡന്റ് ഏറ്റവും